തിരുവനന്തപുരം കോർപ്പറേഷനിൽ വി രാജേഷ് ബിജെപിയുടെ മേയർ സ്ഥാനാർത്ഥിയായി എത്തും. ആ ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനകം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ പുറത്തുവരുന്നൊരു ചിത്രം കൂടിയുണ്ട്, അതാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. ഡൽഹിയിലുള്ള ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ബിജെപി ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിന്റെ ചിത്രമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്നത്. എന്തായാലും ഒരു പ്രഖ്യാപനം, ഈ മേയർ സ്ഥാനാർത്ഥി ആര് എന്നെ സംബന്ധിച്ചൊക്കെയുള്ള ചർച്ചകൾ അവിടെ നടന്നിട്ടുണ്ടാകാം, സ്വാഭാവികമാണത്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ചിത്രം പുറത്തു വന്നിരിക്കുന്നത്. MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രതീഷ്, ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ ഇല്ല, ഡൽഹിയിലാണെങ്കിൽ കൂടി കാര്യങ്ങളെല്ലാം തന്നെ അവിടെ നിന്ന് നിയന്ത്രിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജയമുണ്ടായ സ്ഥലമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. സംസ്ഥാനത്ത് തന്നെ കേരളത്തിൽ ആദ്യമായി ഒരു BJP മേയർ ഉണ്ടാകുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. സ്വാഭാവികമായിട്ടും ദേശീയ നേതൃത്വം അടക്കം ഈ കാര്യങ്ങളെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രഖ്യാപനം ഔദ്യോഗികമായി അത് എപ്പോഴുണ്ടാകും ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും? പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അല്പസമയം മുമ്പ് രാജീവ് ചന്ദ്രശേഖർ പങ്കുവച്ച ആ ചിത്രം, അത് ഈ BJP ദേശീയ അധ്യക്ഷനുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ്. ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ തന്നെ കേന്ദ്ര നേതൃത്വവുമായി സംസ്ഥാന അധ്യക്ഷൻ നടത്തി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കേന്ദ്ര നേതൃത്വവും വളരെ ഉറ്റുനോക്കുന്ന ഒരു ഇടം കൂടിയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വലിയ വിജയത്തിൽ ഒരു വലിയ കാര്യങ്ങളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഇടപെടലൊക്കെ തന്നെ BJP ദേശീയ നേതൃത്വം നടത്തുന്നുണ്ട്. അതിന്റെ കൂടി ഫലമായുള്ള ചർച്ചകൾ പലയിടങ്ങളിലും നടത്തിയിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ VV രാജേഷ് എന്ന പേരിലേക്ക് സംസ്ഥാന നേതൃത്വം എത്തിയിട്ടുള്ളത്. പ്രധാനമായും പല ഘടകങ്ങൾ VV രാജേഷിന് അനുകൂലമായിട്ടുണ്ട്. അത് ഒന്ന് രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയാണ്. കാരണം നിലവിൽ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ കുറച്ച് നാളുകളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു കരുത്തനായ ഒരാൾ തന്നെ മേയർ സ്ഥാനാർത്ഥിയായി വരണം എന്നുള്ള നിലപാടാണ് സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. RSSന്റെ നിലപാട് കൂടി ഇക്കാര്യത്തിൽ VV രാജേഷിന് അനുകൂലമായി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സജീവ പരിഗണനയിലുണ്ടായിരുന്ന മറ്റൊരു പേര് R ശ്രീലേഖയുടേത് കൂടി തന്നെയായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ കൂടുതൽ മുൻതൂക്കം നൽകിയൊരു പേര് കൂടി R ശ്രീലേഖയായിരുന്നു. പക്ഷേ കൂടുതൽ നേതാക്കൾ VV രാജേഷിനായി വാദിച്ചതോടു കൂടിയാണ് VV രാജേഷ് എന്ന ഒറ്റ പേരിലേക്ക് ഇപ്പോൾ BJP സംസ്ഥാന നേതൃത്വം എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക അറിയിപ്പ് BJP നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് വരുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുറച്ചു മുമ്പാണ് VV രാജേഷ് ഇവിടെ എത്തിയിട്ടുള്ളത്. കൗൺസിൽ യോഗം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് അദ്ദേഹം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിയിട്ടുള്ളത്. എന്തായാലും നിലവിൽ അധികം വൈകാതെ തന്നെ ഔദ്യോഗിക പ്രതികരണങ്ങൾ വരും. കാരണം ഇത് അനന്തമായി തന്നെ ഈ തീരുമാനം നീട്ടിക്കൊണ്ടു പോകുന്നതിൽ BJP നേതാക്കൾക്കിടയിൽ തന്നെ അതൃപ്തിയുണ്ട്. കാരണം വലിയ നേട്ടം, വലിയ വിജയം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേടി ആ ഒരു ആത്മവിശ്വാസത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് എത്രയും വേഗം മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണം എന്നുള്ള ഒരു നിലപാടാണ് പല നേതാക്കൾക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇനി നീട്ടിക്കൊണ്ടു പോകാതെ തന്നെ ഇത് എത്രയും വേഗം തന്നെ ഈ പ്രഖ്യാപനം BJP സംസ്ഥാന നേതൃത്വം നടത്തുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ R ശ്രീലേഖ മേയർ ആകുമെന്നുള്ള തരത്തിലുള്ള വാർത്തകൾ ഇന്ന് രാവിലെയും വലിയ തരത്തിൽ പുറത്തു വന്നിരുന്നു. വലിയ സൂചനകൾ R ശ്രീലേഖയ്ക്ക് അനുകൂലവുമായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ സംസ്ഥാന നേതാക്കൾ VV രാജേഷിനായി വാദിക്കുകയും വലിയ സമ്മർദ്ദം ചെലുത്തുകയും കൂടി ചെയ്തതോടുകൂടിയാണ് ജില്ലാ നേതാക്കൾ R ശ്രീലേഖയെ നേരിട്ട് പോയി കാണുകയും പാർട്ടി തീരുമാനം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനുശേഷം R ശ്രീലേഖയും ഇപ്പോൾ ഈ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ കൗൺസിൽ യോഗം പൂർത്തിയാകുന്ന ആ ഒരു ഘട്ടത്തിൽ തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം സംസ്ഥാന നേതൃത്വം നടത്തും എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. യെസ്, ആ ഘട്ടത്തിൽ വീണ്ടും പ്രതീക്ഷയിലേക്ക് എത്താം. എന്തായാലും ഇപ്പോൾ ഉയർന്നു കേട്ട രണ്ട് പേരുകാർ, ഒന്ന് VV രാജേഷൊപ്പം R ശ്രീലേഖ, ഇവർ രണ്ടുപേരും ഈ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാനായി ഇപ്പോൾ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ തന്നെ ഉണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനകം ഉണ്ടാകും. VV രാജേഷ് തന്നെയായിരിക്കും BJPയുടെ മേയർ സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായി വരിക എന്ന് സംബന്ധിച്ച പുതിയ സാധ്യതകളാണ് ഇപ്പോൾ വരുന്നത്. ഏതാണ്ട് ആ പ്രഖ്യാപനം മിനിറ്റുകൾക്കകം ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.